അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പ്ലം കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഇന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങണം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. തീ കൂട്ടി വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് പുക വരും. പുക വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുകയുടെ ടേസ്റ്റായി പോകും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായി തുടങ്ങണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് ആവേണ്ടത്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം പെട്ടെന്ന് മേലേക്കൊക്കെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇത് വേഗം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടങ്ങ് അലിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ കട്ടയായി പോയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ടയൊക്കെ അലിഞ്ഞോളും. ഇപ്പോൾ നമ്മുടെ കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉണക്കമുന്തിരിയാണ്. 1 കപ്പ് നല്ല കറുത്ത ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൗളിലൊക്കെ അളന്നെടുത്താൽ മതി. നമ്മൾ അളക്കാനെടുത്തിട്ടുള്ള കപ്പോ ബൗളോ എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ വേണം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ. നമ്മൾ ആദ്യം ചേർത്തുള്ള പഞ്ചസാര മുതൽ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മൈദപ്പൊടി വരെ ആ ഒരു പാത്രത്തിൽ തന്നെ അളന്നെടുക്കണം. മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. 1 ടീസ്പൂണോളം ജാതിക്കാക്കുരു പൊടിച്ചത് വേണം. അപ്പോൾ ചെറിയ ജാതിക്കാക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗ്രാമ്പു വേണം. അപ്പോൾ ഞാനൊരു 6-7 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് വേണം. അപ്പോൾ അതിന് വേണ്ട കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ ഇഞ്ചി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ കഷ്ണം എടുക്കാം. അതല്ലെങ്കിൽ ചുക്കുപൊടി 1 ടീസ്പൂൺ എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ സ്പൈസസ് എല്ലാം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട. ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പയിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ജാതിക്ക എന്നിവ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും മസാലപ്പൊടികളും എല്ലാം പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ട പാത്രം ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മളിത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ, അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ചൂടൊന്നും തട്ടിയാൽ പൊട്ടാത്ത ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്ത ശേഷം അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പാത്രത്തിൽ നന്നായിട്ടൊന്ന് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്നും തട്ടിയെടുത്താൽ മതി. എന്നിട്ട് മൈദപ്പൊടി കൂടുതലുണ്ടെങ്കിൽ അത് ഈ പാത്രത്തിൽ നിന്ന് തട്ടിക്കളയാൻ വേണം. അപ്പോൾ നമ്മുടെ ബേക്കിങ്ങിന് വേണ്ട പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാരയും പിന്നെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്തുള്ള മിക്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ബദാമും 1/4 കപ്പോളം കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഈത്തപ്പഴം കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള മുട്ടയും എണ്ണയും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം ഇല്ലാതെ പുറത്തുള്ള ഓറഞ്ച് ഭാഗം മാത്രം ചിരണ്ടി എടുക്കാം കേട്ടോ. വെള്ളഭാഗം ചേർന്നാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പ്ലം കേക്കിന് വേണ്ട ബാറ്റർ റെഡിയായി. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടി വേണം ബാറ്ററിന്, എന്നാലേ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അതിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആയി കിടക്കുള്ളൂ. കൂടുതൽ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിൻ്റെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ കേക്ക് ബാറ്റർ ഇതിനെക്കാട്ടും ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനേക്കാളും കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കട്ടിയാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ ഞാനിപ്പോൾ നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് ഉയരത്തിലൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന ശേഷം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ഒരു അരമണിക്കൂർ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 50 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാണ്ടായിരുന്നു. ഇതുപോലൊരു കത്തിയോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 50 മിനിറ്റ് എന്നുള്ളത് നമ്മുടെ ഒരു ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ചൊന്ന് കൂടിയോ കുറഞ്ഞൊക്കെ ഇരിക്കും. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം വേണം ഈ ഒരു കേക്ക് വെന്ത് വരാൻ. കേക്ക് ഞാനിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിത് കമിഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്ക്. ഈ കേക്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തൊന്നും വെക്കുന്നില്ല, പിന്നെ ആൽക്കഹോളൊന്നും ചേർക്കുന്നില്ല. എന്നാലും ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ശരിക്കും ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, എന്നിട്ട് കഴിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. 2 ദിവസത്തിനെക്കാട്ടും കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.